മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു അഭിനയം തലയ്ക്ക് പിടിച്ച പ്രാന്തായ മനുഷ്യനാണെന്ന്. പക്ഷെ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം. മമ്മൂട്ടിയുടെ 100 crore ആയിരിക്കണം ഇത്. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി ആവറേജ് ഫീലാണ്, ഓൺ ടൈം കാണാം. 400-ലധികം സിനിമകൾ, പഴയതും പുതിയതും കണ്ടതും കാണാത്തതുമായി ഒന്നിനോടൊന്ന് നിഴൽ കൊണ്ടുപോലും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ. തേച്ചുമിനിക്ക് മൂർച്ച കൂട്ടി ആ നടൻ വീണ്ടും എത്തുമ്പോൾ പുതിയതെന്തെങ്കിലും പ്രതീക്ഷിക്കണമെങ്കിൽ ആ നടൻ്റെ പേര് മമ്മൂട്ടി എന്നായിരിക്കണം. മമ്മൂട്ടിയുടെ പുതിയ സിനിമയല്ല, സിനിമയിലെ പുതിയ മമ്മൂട്ടി. വിനായകൻ്റെ വില്ലനായി മമ്മൂട്ടി എത്തുന്ന കളങ്കാവൽ, ഡയറക്ടർ ബൈ ജിതിൻ കെ ജോസ്, മ്യൂസിക് ബൈ മുജീബ് മജീദ്. അപ്പോൾ സിനിമ കണ്ടവർ നിങ്ങളുടെ റിവ്യൂസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ. കാണാൻ പോകുന്നവർ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തോ. നേരെ കളങ്കാവൽ റിവ്യൂലേക്ക്. നമ്മളെല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടപ്പെടുന്നതാണല്ലോ, പക്ഷെ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ അത്രത്തോളം ആഴത്തിൽ നമ്മളെ മനസ്സിൽ കയറി പറ്റിയതുകൊണ്ടാണ്. കാര്യം നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ആ കഥാപാത്രത്തോട് നമ്മുടെ മനസ്സിൽ വെറുപ്പാണ്. കാര്യം അത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ വെറുപ്പ് വരാൻ കാര്യം ആ കഥാപാത്രം ആഴത്തിൽ നമ്മുടെ മനസ്സിൽ വളർന്നിറങ്ങിയെന്നാണ്. അവസാനം വരെ നെഗറ്റീവ് റോളിലാണ് മമ്മൂക്ക. നായിക 10-21 നായിക ഉണ്ടെങ്കിലും രജീഷ വിജയനും ഗായത്രി അരുണിനാണ് പ്രാധാന്യം കൂടുതൽ. ഫുള്ള് ഒരു സൂപ്പർ ഫിലിമാണ് വിനായകൻ. ഒരു രക്ഷയില്ല, വിനായകൻ ഗംഭീരമായിട്ടുണ്ട്. ഇതേപോലത്തെ വേഷങ്ങളോട് എടുത്ത് നമ്മള് മോഹൻലാലിനെ വേണ്ടി മമ്മൂട്ടി ആരാധിക്കുന്നത് എന്തിനാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്യൂർ വില്ലനിസത്തിന് നമ്മളൊരു കഥയോ ബാക്ക് സ്റ്റോറി ഒന്നുമില്ല. പ്യൂർ വില്ലൻ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നമുക്കിപ്പം അവന്റെ ഭാഗത്തൊരു ന്യായം, വില്ലന്റെ ഭാഗത്തൊരു ന്യായം. അങ്ങനെ സൂപ്പർ സ്റ്റാർ വില്ലനാകുമ്പോൾ ഒരു ന്യായം വില്ലന്റെ ഭാഗത്ത് വേണം, അതൊന്നുമില്ല. പ്യൂർ വില്ലനിസം പീക്ക് ആ ലെവല്. മമ്മൂട്ടിയെ കണ്ടോണ്ടിരിക്കാം അങ്ങനത്തെ തൊട്ട് അവസാനം വരെ മമ്മൂട്ടിയുണ്ട്. നമ്മൾ വിചാരിച്ച കഥയുടെയൊക്കെ ഒരു എലിമെന്റ് ഉണ്ടെങ്കിലും അതൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഇന്റർവെല് ബ്ലോക്ക് ആകുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മൾ ഇന്റർവെല് അഭിനയ പ്രാധാന്യം, അതിനോടൊപ്പം കൊമേഴ്ഷ്യൽ കണ്ടന്റ്, അതാണ് ഈ സിനിമ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം, അഭിനയ പ്രാധാന്യം. അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ എങ്ങനെയാണോ സ്ക്രീനിൽ വരുന്നത് അത് ഒരു രക്ഷയില്ല. ഇത് മിക്കവാറും ഏകദേശപ്പെട്ട കളക്ഷനൊക്കെ തൂക്കാൻ സാധ്യതയുണ്ട്. ഈ 18 വരെയുള്ള മതി, ആ കളക്ഷൻ കൊണ്ട് തന്നെ തൂക്കി. ഇനി ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. രാക്ഷസ നടികയെന്ന് വെച്ചാൽ പുള്ളി പല സൈസ് സൈക്കോളെയും കണ്ടിട്ടുണ്ട്. ഇതൊരു അന്യായ സൈക്കോ തന്നെ. മമ്മൂട്ടി തകർത്തിട്ടുണ്ട്, പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു അഭിനയം തലയ്ക്ക് പിടിച്ച പ്രാന്തായ മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്തൊരു മനുഷ്യനാണ്, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? നമുക്ക് അറിയുന്ന കഥയും ട്വിസ്റ്റൊക്കെ എങ്ങനെയുണ്ട്? ഞെട്ടാനുണ്ടാവണം. ട്വിസ്റ്റ് ഇന്റർവ്യൂവിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഒന്നുമില്ല, പക്ഷെ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടിറങ്ങുമ്പോൾ മറക്കാൻ പറ്റാത്ത ക്യാരക്ടറാന്ന് പറഞ്ഞു, അതുപോലെയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, പല സൈസ് സൈക്കോളെയും കണ്ടിട്ടുണ്ട്. ഇതൊരുമാതിരി തലയ്ക്ക് പ്രാന്ത് പിടിച്ച മനുഷ്യൻ, ഒരു കാരണവും ഇല്ലാത്തൊരു പോലെ. ഇതാണ് കംബാക്ക് ആണ്, തിയേറ്റർ ബോക്സ് ഓഫീസ് സൂപ്പറായിട്ടുണ്ട്. കംബാക്ക് തന്നെയാണ്. ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കിടിലം പടം. മമ്മൂട്ടിയുടെ 100 crore ആയിരിക്കണം ഇത്. കാരണം ഇത് എന്തായിരുന്നു, കൊമേഴ്ഷ്യൽ പടമൊന്നും അല്ല, ഇതൊരു സിനിമയാണ്. ഇതാണ് സിനിമ. ആളുടെ പെർഫോമൻസ് കാണണം. ഈ ക്യാരക്ടർ ഇവരെങ്ങനെയാണ് ആലോചിച്ചെഴുതിയത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഗംഭീരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അറിയുന്ന ക്യാരക്ടറാണ്. അത് മമ്മൂക്കയിലൂടെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? പറയാതിരിക്കാൻ വയ്യ. ആ ഓൾറെഡി അറിയുന്ന ക്യാരക്ടറില്ലേ, അതിലും ഇച്ചിരി ഡെപ്സ് ഇട്ടിട്ടുണ്ട്. അത് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. പല സീൻസ് ഞെട്ടി വെച്ചിട്ടുണ്ട്. ഗംഭീര പടം. എല്ലാവരും ഒരു അഭിനയ പടം മാത്രമാണെന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ എങ്ങനെയുണ്ട്? തിയേറ്റർ വാച്ച് മസ്റ്റ് ആണ്. കൈയടിക്കാനും ഞെട്ടിപ്പിക്കാനും പല സീക്വൻസസും ഉണ്ട് പടത്തിന്റെ. 100 കോടി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ, പക്ഷേ പടം മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ. ഇതിന് പടം അടിപൊളി. മമ്മൂട്ടി വിനായക രണ്ടുപേരും തൂക്കി. ഫസ്റ്റ് ഹാഫ് മമ്മൂട്ടി തൂക്കി, സെക്കൻഡ് ഹാഫ് രണ്ടുപേരും കൂടെ തൂക്കി. അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെ പ്രതീക്ഷ സാധനമാണോ? പ്രതീക്ഷ സാധനമാണ്. പിന്നെ നമ്മളെ ചില ട്വിസ്റ്റ് ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷെ ആ സ്ക്രീൻ പ്ലേയിലൂടെ സൂപ്പർ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. അടിപൊളി. 2.5 മണിക്കൂർ പടം ഉണ്ട്. ഫുള്ളി എൻഗേജ് ആയിട്ട് പോകും. പടം സ്ലോ പേസ് ആണ്. പെർഫോമൻസ് വൈസ് തൂക്കിയിടി. പടം തൂക്കിയെന്ന് പറഞ്ഞാൽ ലിറ്ററലി തൂക്കി. അമ്മാതിരി പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ലൈക്ക് നെഗറ്റീവ് ഒന്നുമില്ല, പറയുന്ന നെഗറ്റീവ് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഏറ്റവും പോസിറ്റീവാണ് മമ്മൂക്കയാണ്. മമ്മൂക്കി ഓരോ സീനി വരുമ്പം നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടും. ലൈക്ക് ഒരു വില്ലനാണ് എന്നൊരു ഇമ്പാക്റ്റ് കിട്ടും. ലൈക്ക് അങ്ങനെയാണ് പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്ത് വെച്ചത്. പുള്ളിക്കാരനും അതേപോലെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? നമ്മൾ ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി അറിയുന്ന ഒരു സ്റ്റോറിയാണ്. ലൈക്ക് പക്ക ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് എങ്ങനെ ഒരു ത്രില്ലർ പടം ഇറക്കാമോ അങ്ങനെ എടുത്ത്. അതാണ് സ്റ്റോറി ടെല്ലിങ്ങോളം പടത്തിന്റെ. ഈ ഡയറക്ടറിന്റെ ഒരു കഴിവ് നമുക്ക് നൈസായിട്ട് അറിയാൻ പറ്റുന്നത്. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നമുക്കൊരു ലാഗ് ഒന്നുമില്ല. ലൈക്ക് ഒരു ത്രില്ലർ എലമെന്റ് എല്ലാ സീനും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷം. മമ്മൂട്ടി എന്ന് വെച്ചാൽ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ അല്ല, സോൾ ഓഫ് ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയുടെ ആത്മാവ്, അത്രയേ ഉള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, മമ്മൂട്ടിക്ക് 100 കോടിയും വേണ്ട, നാഷണൽ അവാർഡും വേണ്ട,
ഏത് ഫാൽക്കെ അവാർഡും വേണ്ട, പത്മഭൂഷണും ഒന്നും വേണ്ട. അദ്ദേഹം ഇതുപോലെ ഒരുപാട് വർഷം ജീവിച്ചിരുന്ന് ഇത്രയും നല്ല സിനിമകൾ ചെയ്ത് നമുക്ക് നമ്മളെപ്പോലുള്ള ജെന്യുവൻ പ്രേക്ഷകർക്ക് വേണ്ടി കാണാനില്ല സിനിമയില്. മമ്മൂട്ടി ഇല്ല എന്ന് വെച്ചാൽ ഈ സിനിമയിൽ നമ്മൾ ലാസ്റ്റ് വില്ലനെ സപ്പോർട്ട് ചെയ്യില്ല. ആ ലെവലിലെ പെർഫോമൻസ് ആണ്. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ക്ലൈമാക്സ്. രാക്ഷസ നടികർ പൊന്ന് ബ്രോ, മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി വിനായകനും മമ്മൂക്കയും ഒരു രക്ഷയില്ല. വില്ലൻ എന്ന് വെച്ചാൽ കൊടൂര വില്ലൻ മമ്മൂക്ക. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നും. പക്ഷെ 20 വയസ്സിലാണ് ചിമ്പ് മന്മഥനായിട്ടുണ്ടെങ്കിൽ 74 വയസ്സിലാണ് മമ്മൂക്ക മന്മഥനായിരിക്കണം. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം, എന്റെ അമ്മോ എത്ര ചരക്കളെന്ന് പറയാ ഈ ഗ്ലാമർ വെച്ച് ഒതുക്കണത്. ഒരു രക്ഷയില്ല ബ്രോ, ഒരു രക്ഷയില്ല. അമ്മാതിരി വിശ്വാസം സാധനം കിടിലോ എന്ന് വെച്ചാൽ കിടിലം പടം, ഒരു രക്ഷയില്ല. എല്ലാവരും പിന്നെ ഒരു കാര്യം, എല്ലാ ഫാമിലിയോടെ വന്ന് ഈ പടം വന്ന് കാണണം. കാര്യം ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവ് ഓരോ ഫാമിലിക്കും കിട്ടും. എന്നാൽ ഒരുപാട് ഈ പടം കണ്ടിട്ട് ഒരുപാട് ഫാമിലികളെ രക്ഷപ്പെടട്ടെ. അങ്ങനെ ഒരു പ്രചോദനമായിട്ടാണ് മമ്മൂക്ക ഈ പടം കൊണ്ടുവന്നത്. അത്രയും കിടിലം ഒന്നും പറയാം രക്ഷയില്ല. ഇത്രയും ദിവസം കാത്തിനെ പാക്ക കിട്ടിലായിട്ട് കിട്ടി. വില്ലനിസം എന്നൊക്കെ പറഞ്ഞ അവസാനം വിനായക ഒരു രക്ഷയില്ല കേട്ടോ. സിനിമ എങ്ങനെയുണ്ട്? ഒരു തിയേറ്റർ സംഭവമാണോ? ആണ്, തിയേറ്റർ സംഭവമാണ്. എങ്ങനെയുണ്ട്? മമ്മൂട്ടി മാത്രമാണ് എല്ലാവരും അഭിപ്രായം. സിനിമയാണ് പീക്ക്. അഭിനയം ഇപ്പോൾ നടൻ നടിയല്ലേ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതെടുത്ത് വെച്ചിരിക്കുന്ന രീതിയും പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. ക്ലൈമാക്സിൽ വിനായകൻ്റെ ഒരു സീനുണ്ടായിരുന്നു, അത് ഭയങ്കര രസമുള്ള ഒരു സീനായിരുന്നു. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കഥയാണ്. അത് എത്രത്തോളം വെറൈറ്റി ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാനേ ഇൻവോൾവ് ആവാൻ ഒരു നല്ലൊരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതിൽ. അത് ഭയങ്കര രസമായിരുന്നു. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അതൊരു കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിംഗ് ഭയങ്കര രസമായിരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ മമ്മൂട്ടി മോശമൊന്നുമല്ല. ഇപ്പോൾ മമ്മൂട്ടി അല്ലാതൊരു വേറൊരു വില്ലനായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ മലയാളത്തിൽ വന്ന് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി മാറിയെങ്കിൽ. മമ്മൂട്ടിയോട് നമുക്കൊരു നെഗറ്റീവ് സിനിമയുടെ ഒരു സക്സസ് എത്രത്തോളം ഉണ്ടാവും? നല്ല സക്സസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് പ്രേക്ഷകന് പിടിച്ചെടുത്താനുള്ള സാധനം അതിലുണ്ട്. നമ്മളത് എങ്ങനെ എടുക്കുന്നുള്ളതാണ്. അല്ല ഇതില് ഇപ്പോൾ ഫാൻ ഷോ വേണ്ടാണെന്ന് തോന്നുന്നു. വില്ലനെ പിടിക്കുമ്പോൾ കൈയടിക്കുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇതുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ഒരു 100 കോടി 100 കോടി അതിലൊന്നും കാര്യമില്ല. നല്ല സിനിമയാണല്ലോ, നല്ല സിനിമ ഉള്ളത്. ഫസ്റ്റ് ഹാഫ് എല്ലാം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ എന്തോ ഒന്ന് മിസ്സിങ്. ക്ലൈമാക്സ് കുറച്ചും കൂടെ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് വില്ലനായി പോയതുകൊണ്ടാണോ? അങ്ങനെയല്ല, വിനായക നല്ല രീതിയിൽ ക്ലൈമാക്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കാക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു മിസ്സിങ് ഉണ്ട് ചെറുതായിട്ട്. പടം ആവറേജ് ഒന്നൊന്നുമല്ല. ആക്ടിങ്ങിലാണോ മിസ്സിങ് അതോ സ്റ്റോറിയിലോ? സ്റ്റോറിയിൽ ക്ലൈമാക്സിൽ എന്തെങ്കിലും കൂടെ പെട്ടെന്നുള്ള ഒരു ക്ലൈമാക്സ് ആയിപ്പോയി. നമുക്ക് അറിയുന്ന ഒരു സ്റ്റോറി കഥയൊക്കെയാണ് സാനറ്റ് മോഹൻ. അപ്പോ അത് എത്ര ത്രില്ലറായിട്ട് അഭിനയിച്ചു. ത്രില്ലിങ് എല്ലാം ഉണ്ട് പടത്തിൽ, പക്ഷേ ക്ലൈമാക്സ് എന്തോ പെട്ടെന്നുള്ള ഒരു. സെക്കൻഡ് ഹാഫ് പടം റണ്ണിങ് ടൈം കുറവാണ്. ഫസ്റ്റ് ഹാഫ് റണ്ണിങ് ടൈം കുറവാണ്. സെക്കൻഡ് ഹാഫ് ആണ്. കൊമേഴ്സ്യൽ പരിപാടിയൊക്കെ എത്രത്തോളം വെച്ചിട്ടുണ്ട്? മമ്മൂട്ടിയുടെ ഒരു 100 കോടിക്കുള്ള വകയുണ്ടോ? 100 കോടിക്കുള്ള വകയാണ്. മമ്മൂട്ടിയുടെ രാക്ഷസ നടികർ മമ്മൂട്ടി, ഇതുവരെ കാണാത്ത മമ്മൂട്ടി. പക്ഷേ ആക്ടിങ് വൈസ് കൊള്ളാം. പക്ഷെ പടം ആവറേജ് ആണ്. ഒന്നും ചില വ്യക്തത ക്ലൈമാക്സിലൊന്നും കൊടുത്തിട്ടില്ല. പടത്തിൻ്റെ ഒരു സസ്പെൻസറിലെ കണ്ടതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ വിനായകൻ്റെ റോള് ഒരു ജയിലറിന് ശേഷം വിനായകൻ എടുത്തു കാണിക്കുന്ന ഒരു റോളാണ്. അത് ഇമ്പാക്റ്റ് ആവുന്നില്ല. ഇപ്പം നമുക്കത് അറിയുന്ന സ്റ്റോറിയാണ്. അപ്പോൾ പുള്ളി പോലീസാണെന്ന് അറിയാം. അപ്പം ഇതിൽ ആ ഒരു ഇൻട്രോ ബ്ലോക്കൊന്നും നമുക്ക് അത്രയ്ക്കും അറിയുന്നവർക്ക് അറിയാം. അതൊരു പഞ്ചില്ല. പിന്നെ ആവറേജ് ഫീലാണ്. ഓൺ ടൈം കാണാം. പക്ഷെ വിനായകന് വേണ്ടി കണ്ടിരിക്കാം. മമ്മൂട്ടിയുടെ ആക്ടിങ് കൊള്ളാം. പുള്ളിയുടെ ഫേസിൽ ഇത്തിരി ആ ഒരു വയ്യായ്മ പുള്ളിയുടെ അത് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പടം വരെ പുള്ളി ഒരു എനർജറ്റിക് ആയിരുന്നു. പക്ഷെ കളങ്കാവിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്ക് ഇത്തിരി ഡൗൺ ആണ്, ഹെൽത്ത് ഇഷ്യൂസും. അതൊന്നുമില്ല സീറ്റ് എഡ്ജ് ത്രില്ലർ ഒന്നുമില്ല. ഒരൊറ്റ സീന്, ക്ലൈമാക്സ് ഒരു സീന്. പക്ഷെ അത് സിനിമ കാണുന്നവർ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളൂ. ആ സീന് മാത്രം അടിപൊളി, നമ്മൾ പ്രതീക്ഷിക്കാത്ത. അത് വിനായകൻ്റെ സീനാണ്. അത് കിടിലോ. മമ്മൂക്കയെ പറ്റി മാത്രമാണ് പറയുന്നത്. മമ്മൂക്ക ഇല്ലാത്ത സിനിമ എങ്ങനെയുണ്ട്? ത്രൂ ഔട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകൾ അദ്ദേഹത്തിന്റെ ഒരു വില്ലനിസം കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്ററിലൊക്കെ കണ്ട് അദ്ദേഹത്തിന്റെ സംഭവം അതൊക്കെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വേറെ ലെവൽ പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഓൺ സ്ക്രീനിൽ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് ആ ടൈപ്പ് പെർഫോമൻസ് ആണ്. കരയും ശരിക്കും.
അറിയുന്ന ഒരു കഥയാണ്. സയനൈഡ് മോഹനനാണ് മമ്മൂട്ടിയിൽ നിന്ന് ഒരു ആക്ടിങ് പ്രതീക്ഷിക്കുക. അതിനപ്പുറം ഈ സിനിമ എന്താണ് സർപ്രൈസ്? തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് നമ്മൾ ലാഗ് അടിപ്പിക്കുകയോ ബോറടിപ്പിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടോ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഒന്നും പോലെ നമ്മൾ തുടക്കം പോലെ അവസാനം വരെ ഓരോ ഡയലോഗ് ഇങ്ങനെ കാത് കൂർത്തിരിക്കുകയാണ്. അടുത്ത് എന്താ സംഭവിക്കും, എന്താ സംഭവിക്കാൻ പോകുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കൊടൂര വില്ലനാണ്. കൊടൂര വില്ലൻ, നെക്സ്റ്റ് ലെവൽ വില്ലൻ. പിന്നെ അദ്ദേഹം നമ്മുടെ ഒരു തിരുവനന്തപുരം കന്യാകുമാരി സ്ലാഗ് ഒക്കെ പിടിച്ച് കുറെ അടുത്ത് കൊമേഴ്ഷ്യൽ പരിപാടി. എല്ലാവരും മമ്മൂട്ടിയുടെ ഒരു ആക്ടിങ് മാത്രമായി പോയോ അതോ ഒരു കൊമേഴ്ഷ്യൽ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്? ഫുൾ കൊമേഴ്ഷ്യൽ ഐറ്റംസ് തന്നെയാണ് സിനിമയിൽ. നമുക്ക് മറ്റേ ഭയങ്കര ആർട്ടിസ്റ്റിക് സംഭവം ഇല്ല, അടക്കമുണ്ട്. പക്ഷെ ഫുൾ ഇതാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടിക്കയറി തോക്കെടുത്ത് 10 പേരെ അങ്ങ് സുട്ട് തള്ളിയിടുക അങ്ങനെയൊന്നും അല്ല. അതൊരു വ്യത്യസ്തമാണ്. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വില്ലൻസ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വൺ ഓഫ് ദി പീക്ക് വില്ലനിസം തന്നെ. ബ്രഹ്മയുഗത്തിന് ശേഷം ഒരു കിടിലൻ വില്ലനിസം തന്നെയാണ്. പിന്നെ വിനായകന്റെ ക്യാരക്ടർ, ഇവർ രണ്ടുപേരും കൂടെ മത്സരിച്ച് അഭിനയിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ മമ്മൂക്കാടെ ക്യാരക്ടർ എഴുതിയിരിക്കുന്ന രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ ബ്രില്യൻ ഫിലിം മേക്കിംഗ് തന്നെയാണ് ഈ പടം. എന്തായാലും ഈ പടം നല്ല രീതിയിൽ കയറും. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പടം തിയേറ്ററിൽ എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണാം. നമ്മൾ പൊതുവെ തിയേറ്ററിൽ തന്നെ കാണണം. തമിഴോട് എന്തിനാ കുറ്റം പറയാറുണ്ട് പടങ്ങൾ കാണുന്നത്. എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിട്ട് കാര്യം ബ്രഹ്മയുഗം തിയേറ്ററിന് അധികം കളക്ഷൻ കയറിയില്ല. അത് അതേ കണക്ക് ഇടേണ്ട ഒരു പടമല്ല. ഇത് കുറെ കൂടെ കയറേണ്ട ഒരു പടം തന്നെയാണ്. അത് കയറിയില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് രാക്ഷസൻ പറയാനില്ല. മമ്മൂക്ക ഈ വർഷം തൂക്കി, കളങ്കാവില് തൂക്കി. പടം സൂപ്പർ ഡൂപ്പർ ആയിരിക്കും, ഒരു രക്ഷയില്ല. ഇക്ക തൂക്കിയിട്ടുണ്ട്. ഇന്റർവൽ ബ്ലോക്കും ക്ലൈമാക്സിനും തൂക്കി പറത്തിയിട്ടുണ്ട്. വില്ലന്റെ പടം, വില്ലന്റെ അഴിഞ്ഞാട്ടം പക്ക ഹെഡ് ടു ഹെഡ് ആയിരുന്നു. കിടിലം പടം. ഇക്ക തൂക്കി. 2025 വില്ലൻ തൂക്കി. മമ്മൂക്ക സത്യം പറഞ്ഞാൽ സാധാരണ നടന്മാർക്കൊക്കെ ഉണ്ടല്ലോ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഏതെങ്കിലും ഒരു സിനിമയായിരിക്കും. മമ്മൂക്കയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവസാനം ഏത് പടം റിലീസാണോ അതായിരിക്കും കരിയർ ബെസ്റ്റ്. വില്ലൻ എന്ന് വെച്ചാൽ നായകനകൾ വേറെ ലെവലിൽ സ്ക്രോൺ, ഒരു രക്ഷയില്ല. വില്ലന്റെ സിനിമയാണ്. സത്യം പറഞ്ഞാൽ വില്ലന്മാരെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇതിന് മമ്മൂക്കയുടെ ദേഷ്യം ഉണ്ട്. എന്തിനാ പോലെ മമ്മൂക്ക ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫീലാണ് പറഞ്ഞത്. ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അത് ഇന്ത്യൻ സിനിമയിൽ ഇതുപോലൊരു വില്ലൻസം കാണിക്കാൻ ഒരു നടൻ കാണൂല. മമ്മൂക്ക കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈ പ്രായത്തിൽ അഴിഞ്ഞാണ്ടെന്ന് വെച്ചാൽ സ്ക്രീൻ ആക്ടിങ് കാണണം. ഓരോ സീനും ഒക്കെ വേറെ ലെവല്.